ഇനി നമുക്കൊന്ന് ഡൽഹി വരെ പോകണം. അവിടെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വിജയദശമി ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഹരിശ്രീ കുറിക്കാൻ കുരുന്നുകളൊക്കെ തയ്യാറായിട്ടുണ്ട്. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം വിശേഷങ്ങൾ നൽകാനായി. നന്ദൻ, പറയൂ. ശ്യാമിപ്പോൾ ഞാനിപ്പോൾ ഡൽഹിയിലെ അതിപ്രശസ്തമായ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. നിരവധി കുരുന്നുകളാണ് ഇന്നിപ്പോൾ ഹരിശ്രീ കുറിക്കുവാൻ വേണ്ടി ഉത്തര ഗുരുവായൂരപ്പൻ്റെ സമക്ഷം എത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഓരോരോ ബാച്ചുകളായിട്ടാണ് ആൾക്കാരെ, അതായത് കുട്ടികളെയും രക്ഷിതാക്കളെയും അകത്തേക്ക് കയറ്റിവിടുന്നത്. ഇതേപോലെ ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സരസ്വതി മണ്ഡപത്തിൽ കുട്ടികളെയും അതേപോലെ തന്നെ രക്ഷിതാക്കളെയും പ്രത്യേക ഇരിപ്പിടത്തിൽ ഇരുത്തി അതിനുശേഷം അവരുടെ കുട്ടികളുടെ രക്ഷിതാക്കൾ തന്നെയാണ് ഈ കുട്ടികൾക്ക് ഹരിശ്രീ കുറിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പലതരത്തിൽ കുറുമ്പും കാട്ടി എഴുതാൻ മടിയും ഒക്കെ കാണിക്കുന്ന കുട്ടികളെയും കാണാം. അതേപോലെ തന്നെ വളരെ സന്തോഷപൂർവ്വം ആദ്യാക്ഷരം എഴുതുന്ന കുട്ടികളെയും കാണാം. അങ്ങനെ എല്ലാ തരത്തിലും ഉള്ള കുട്ടികൾ ഓടിക്കളിച്ചുകൊണ്ട് ആദ്യാക്ഷരം കുറിക്കുന്ന കുട്ടികളുണ്ട്. മോളെ, ഹരിശ്രീ എഴുതിയോ? അയ്യോ അയ്യോ, അവൾക്കാകെ പേടിയായി. നന്നായിട്ട് എഴുതിയോ കുട്ടി? ഇല്ല, ഇപ്പൊ തുടങ്ങിയില്ല, എഴുതാൻ പോകുന്നത്. ഹരിശ്രീ എഴുതുവോ? താൻ എഴുതുവോ? ഹരിശ്രീ എഴുതുവോ? എന്തു എഴുതാൻ പോകുന്നേ? എവിടെ നിന്നാ വരുന്നേ? ഞങ്ങള് ശാസ്ത്രി പാർക്ക്. നാട്ടിലെവിടെയാ? ചേർത്തല, ആലപ്പുഴ. അപ്പോൾ നാട്ടിൽ ഇല്ലാതെ ഇപ്പോൾ ഡൽഹിയിൽ താമസിക്കുന്ന മലയാളികൾക്ക് അവരുടെ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കാൻ ലഭിക്കുന്ന അവസരമാണ്, ഹരിശ്രീ കുറിക്കാൻ ലഭിക്കുന്ന അവസരമാണ്. അതിന് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വളരെ സമഗ്രമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പ്രത്യേക ഒരുക്കങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. ഏതാണ്ട് 500-ലധികം വിദ്യാർത്ഥികളാണ് ഇതിനോടകം തന്നെ മുൻകൂർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ കൂടുതൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇവിടേക്ക് എഴുതുന്നു. ഇപ്പോൾ ഹരിശ്രീ കുറിക്കുന്ന സമയമാണ്. ആ കുട്ടികളുടെ നാവിൽ രക്ഷിതാവ് തന്നെ സ്വർണത്താൽ ഹരിശ്രീ കുറിക്കുന്ന ദിവ്യ മുഹൂർത്തത്തിലൂടെ, അല്ലെങ്കിൽ ഒരു കുട്ടിയിലേക്ക് ആദ്യ ജ്ഞാനത്തിൻ്റെ അളവുകൾ എത്തുന്ന ഹരിശ്രീ കുറിക്കുന്ന മുഹൂർത്തമാണിപ്പോൾ നടക്കുന്നത്. ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രമാണ്. ഡൽഹിയിലാണ് സ്ഥലം. ഡൽഹി NCRൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾ ആദ്യാക്ഷരം കുറിക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ അതിനുള്ള അവസരങ്ങൾ കൃത്യമായി തന്നെ ക്ഷേത്ര ഭാരവാഹികൾ ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ കളിയും കുറുമ്പുമായി നോക്കൂ, ആ കൊച്ചുകുട്ടിയെ നോക്കൂ. അവൾ ആദ്യാക്ഷരം കുറിക്കാൻ തയ്യാറെടുക്കുകയാണ്. അവളുടെ നാവിൽ ഹരിശ്രീ ഗണപതേ നമ എന്നുള്ള ആദ്യാക്ഷരം എഴുതി കുറിക്കുന്നത് ആ കുട്ടിയുടെ അമ്മ തന്നെയാണ്. അങ്ങനെ രക്ഷിതാവ് തന്നെയാണ് തൻ്റെ മക്കൾക്ക്, അതായത് പ്രാണൻ നൽകിയ അതേ ജീവനിൽ നിന്നും ആദ്യാക്ഷരവും പകർന്നു നൽകുന്ന അപൂർവമായ നിമിഷമാണ്. ഈ കുട്ടികളൊക്കെ തന്നെ ഭാവിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വാഗ്ദാനങ്ങളാകേണ്ടവരാണ്. അവർ വിദ്യാദേവിയുടെ ക്ഷേത്ര കവാടത്തിലേക്ക് ആദ്യമായി കടന്നിരിക്കുന്നു. ഹരിശ്രീ ഗണപതയെ നമ കുറിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ രസകരമായ കാഴ്ച. ചിലയിടങ്ങളിൽ കരച്ചിൽ കാണാൻ കഴിയും, ചിലയിടങ്ങളിൽ വലിയ സന്തോഷവും ആഹ്ലാദവുമൊക്കെ കൊണ്ട് അവർ മനസ്സിലുള്ള ആ ഒരു സന്തോഷം ആ കുട്ടികളുടെ മുഖങ്ങളിൽ പ്രകടമാകും. ഇപ്പോഴേ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവരെയും ഈ കൂട്ടത്തിൽ കാണാം. ചിലരൊക്കെ വലിയ ഒച്ചത്തിൽ കരയുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. അങ്ങനെ ഉത്തര ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിൽ ആദ്യാക്ഷരം കുറിക്കാനെത്തിയ കുരുന്നുകളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ചില കുട്ടികൾ ആദ്യാക്ഷരം എഴുതാൻ സമ്മതിക്കുന്നതേയില്ല. രക്ഷിതാവ് ഹരിശ്രീ നാവിൽ എഴുതാൻ സമ്മതിക്കുന്നതേയില്ല. ചില കുട്ടികളാണെങ്കിൽ സന്തോഷത്തോടുകൂടി എഴുതുന്നു. ഏതായാലും ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന കൂടി നടക്കാൻ പോവുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ക്ഷേത്ര ചൈതന്യം, ഭഗവാനിൽ ബിംബത്തിൽ അതീവ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഡൽഹിയിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം. അവിടെ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കാൻ അവസരം ലഭിക്കുക എന്ന് തന്നെ
അത് അപൂർവമാണ്, അല്ലെങ്കിൽ അവർക്ക് ഈ കുരുന്നുകൾക്ക് ലഭിച്ച ഏറ്റവും ജീവിതത്തിൽ അവരുടെ ഈ മനുഷ്യായുസിൽ ലഭിച്ച ഏറ്റവും വലിയ പുണ്യം കൂടിയാണ് ഈ നിമിഷം എന്ന് വേണം വിലയിരുത്താൻ. ക്ഷേത്ര ഭാരവാഹികളുണ്ട്, വേണ്ട ക്രമീകരണങ്ങളൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. കുറേ കുഞ്ഞുങ്ങള് ഹരിശ്രീ കുറിക്കാനാണ് എത്തിയിട്ടുണ്ട്. അതെ അതെ അതെ. എന്തായാലും എസ് നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഡൽഹിയിലെ ഉത്തര ഗുരുവായൂരപ്പ ക്ഷേത്രത്തിൽ വലിയ പരിപാടി അവിടെ എപ്പോഴും എല്ലാ സമയത്തും നടക്കാറുണ്ട്. അവിടെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചടങ്ങുകളും ഒക്കെ നടക്കുന്നത്.